5 ലക്ഷം പിഴത്തുകയും കോടതി വിധിച്ചിട്ടുണ്ട്. അത് ഈ പെറ്റീഷണർക്ക് അല്ലെങ്കിൽ നടിക്ക് നൽകണം, സർവൈവറിന് നൽകണം എന്ന കാര്യവും കൂടി കോടതി ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. എന്തായാലും ഒരു സുപ്രധാനമായിട്ടുള്ള ജഡ്ജ്മെന്റ് വിചാരണ കോടതിയുടെ ഉണ്ടായിരിക്കുന്നു. അതിൽ 2 ആംഗിൾ നമുക്ക് പറയാം. ഒന്ന് ഈ 376D, അതായത് ഈ ഗ്യാങ് റേപ്പ്, അതിൽ എല്ലാവർക്കും കൂട്ടുത്തരവാദിത്തം അല്ലെങ്കിൽ എല്ലാവർക്കും തുല്യ പങ്കാളിത്തമുണ്ട് എന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിച്ചതായിട്ട് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ പറയുന്ന തുല്യ ശിക്ഷ, പക്ഷേ അപ്പോഴും ജീവപര്യന്തം എന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം കോടതി തള്ളുകയും ചെയ്തിട്ടുണ്ട്. ജീവപര്യന്തമില്ല, പ്രോസിക്യൂഷൻ വാദം തള്ളിയാണ് കോടതി ശിക്ഷ ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. ഇനി പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം പരമാവധി ശിക്ഷ ആ വകുപ്പിൽ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മേൽക്കോടതിയെ സമീപിക്കാനുള്ള അവസരമുണ്ട്. അതോടൊപ്പം എന്തായാലും പ്രോസിക്യൂഷൻ ഈ കേസിൽ മേൽക്കോടതിയിലേക്ക് പോകും എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുമുണ്ട്. അതിൽ ഈ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്താം. ഒന്ന്, ദിലീപ് അടക്കമുള്ള പ്രതികളെ വെറുതെ വിട്ടതിനെതിരെയും അതോടൊപ്പം തന്നെ നിലവിൽ ശിക്ഷിച്ച പ്രതികൾക്ക് കൂടുതൽ ശിക്ഷ ഉറപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുകൂടി ഈ 2 കാര്യങ്ങൾ കൂടി ഉന്നയിച്ച് വേണമെങ്കിൽ മേൽക്കോടതിയിലേക്ക് പോകാം. എന്തായാലും ദിലീപുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും ഈ വിധി സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട്. കാരണം അതിൽ പ്രോസിക്യൂഷനെതിരെ കടുത്ത പരാമർശമുണ്ടെങ്കിൽ, സ്വാഭാവികമായിട്ടും പോലീസിനെതിരെ അടക്കം കടുത്ത പരാമർശങ്ങളുണ്ടെങ്കിൽ തനിക്കെതിരെയുള്ള ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്ന വാദമടക്കം ഉയർത്തിക്കൊണ്ട് ദിലീപും കോടതിയിലേക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. പ്രതികളെ വിയ്യൂർ ജയിലിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയപ്പോഴും വിയ്യൂർ ജയിലിലേക്ക് മാറ്റാനായിരുന്നു തീരുമാനം. അതിനുശേഷം വിയ്യൂർ ജയിലിൽ നിന്നാണ് ഇന്ന് എറണാകുളത്തെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് ഈ പ്രതികളെ 6 പ്രതികളെയും എത്തിച്ചത്. അവരെ തിരിച്ച് വിയ്യൂർ ജയിലിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ഉള്ളത് വിധിന്യായം തന്നെയാണ്. ആ വിധിന്യായത്തിൽ കോടതിയിൽ നിന്ന് ഒട്ടനവധി ഉത്തരങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് ഈ 1-ാം പ്രതി പൾസർ സുനി, അതോടൊപ്പം തന്നെ ദിലീപ് ബന്ധം, അത് തെളിയിക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ അത് സ്റ്റാൻഡ് ചെയ്യാതെ പോയത് എന്തുകൊണ്ട്, അതിൽ കോടതിയുടെ ബോധ്യം എന്തായിരുന്നു, കോടതി ആ നിലപാടിലേക്ക് എത്തിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്, അതടക്കം കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ആ ജഡ്ജ്മെന്റിൽ ഉണ്ടാകും എന്നത് തീർച്ചയാണ്. കോടതിയും പറഞ്ഞിരുന്നു ജഡ്ജ്മെന്റ് വായിക്കുമ്പോൾ എല്ലാം മനസ്സിലാകും, അല്ലെങ്കിൽ അതിൽ എല്ലാം ഉണ്ടാകും എന്ന കാര്യവും കോടതി വ്യക്തമാക്കിയിരുന്നു. എന്തായാലും അതടക്കമുള്ള കാര്യങ്ങൾ വളരെ പ്രസക്തവുമാണ്. പ്രോസിക്യൂഷൻ നേരത്തെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പരമാവധി തെളിവുകളെല്ലാം ശേഖരിച്ച് നൽകിയിട്ടുണ്ട് എന്നതാണ്. വസ്തുതകൾ കൃത്യമായിട്ടുള്ള പരിശോധന നടന്നിട്ടില്ല എന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദം. അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രോസിക്യൂഷൻ എന്താണ് പറയാനുള്ളതെന്നും കേൾക്കേണ്ടതാണ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൾസർ സുനി, മാർട്ടിൻ ആന്റണി, അതോടൊപ്പം തന്നെ മറ്റു പ്രതികളായിട്ടുള്ള മണികണ്ഠൻ, വിജീഷ്, കൂടാതെ സലീം, പ്രദീപ്, ഈ 6 പ്രതികൾക്കുമാണ് ശിക്ഷ ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. 20 വർഷം വീതമുള്ള തടവാണ്, അല്ലെങ്കിൽ 20 വർഷം തടവാണ് ഇവർക്ക് വിധിച്ചിരിക്കുന്ന ശിക്ഷ. അതേസമയം ഇളവില്ലാത്ത ജീവപര്യന്തമെന്ന ആവശ്യം, ജീവപര്യന്തം ശിക്ഷ നൽകണമെന്ന ആവശ്യം പക്ഷേ പ്രോസിക്യൂഷൻ്റെ ആ ആവശ്യം കോടതി പരിഗണിച്ചിട്ടില്ല. മറിച്ച് എല്ലാവർക്കും ഇതിൽ തുല്യ പങ്കാളിത്തമാണെന്നും പൾസർ സുനിയാണ് ഈ ക്രൂരകൃത്യം ചെയ്തതെങ്കിലും മറ്റെല്ലാവരും ഇതിൽ തുല്യമായിട്ടുള്ള പങ്കാളിത്തം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ കൂടി ഇത്തരത്തിൽ സഹായിക്കുകയും അത്ര ഒത്താശ ചെയ്യുകയും ചെയ്തതുകൊണ്ടാണ് പൾസർ സുനി ഈ ക്രൂരകൃത്യം നടത്തിയത്. അപ്പോൾ പൾസർ സുനി ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ ഗ്രാവിറ്റി, കാഠിന്യം ഇവരിലേക്കും കൂടി നിക്ഷിപ്തമായിരിക്കുമെന്ന പ്രോസിക്യൂഷൻ്റെ വാദം ആ നിലയിൽ പരിഗണിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കോടതിക്ക് മുന്നിലേക്ക് വരികയും കോടതി അതിൻ്റെ അന്തിമ വിധി പ്രസ്താവത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. 5 ലക്ഷം പിഴയും ചുമത്തിയിട്ടുണ്ട്. അത് ഈ കേസിലെ സർവൈവർക്ക് നൽകണം എന്ന കാര്യവും കൂടി കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും സുപ്രധാനമായിട്ടുള്ള ജഡ്ജ്മെന്റ് ഈ സംഭവം നടന്ന് 8 വർഷങ്ങൾക്കിപ്പുറം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ആ വിധി പ്രസ്താവം നടത്തിയിരിക്കുകയാണ്. വളരെ സുപ്രധാനമായി കേരളം കേൾക്കാൻ കാത്തിരുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആയിക്കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം ആ ഉത്തരത്തിൽ ഇനിയും കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. അത് വിധിപ്പകർപ്പ് പുറത്തു എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ വളരെ സുപ്രധാനമായ വിധി വന്നിരിക്കുന്നു. 20 വർഷം തടവ് വിധിച്ചിരിക്കുന്നു.